ഹലോ, ആരാധനക്ക് നല്ലതാണ്. പക്ഷെ ഇതൊരുമാതിരി ആരാധന മൂത്ത് പ്രാന്താവെന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരവസ്ഥയാണ്. ഇവർക്കൊക്കെ ഇനി എന്നാണോ ബോധം വയ്ക്കുക? ഒരു നടനെ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മരിക്കുക, സ്വന്തം ജീവൻ കളയാ, മക്കളെ ജീവൻ കളയാ, അതൊക്കെ പരിപാടി. എന്നാണ് ഇവർക്കൊക്കെ എന്റെ ദൈവമേ, ബോധം വയ്ക്കാന്ന് ഒരു പിടുത്തമല്ല. പക്ഷെ സ്വന്തം ജീവനാണ് കളയാ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇത് സിനിമ കണ്ടിട്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ വ്യക്തിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ നടനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇങ്ങനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കഴിയും. ഹലോ, ആരാധനക്ക് നല്ലതാണ്. പക്ഷെ ഇതൊരുമാതിരി ആരാധന മൂത്ത് പ്രാന്താവെന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരവസ്ഥയാണ്. ഇവർക്കൊക്കെ ഇനി എന്നാണോ ബോധം വയ്ക്കുക? ഒരു നടന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മരിക്കുക, സ്വന്തം ജീവൻ കളയാ, മക്കളെ ജീവൻ കളയാ, അതൊക്കെ പരിപാടി. എന്നാണ് ഇവർക്കൊക്കെ എന്റെ ദൈവമേ, ബോധം വയ്ക്കാന്ന് ഒരു പിടുത്തമല്ല. പക്ഷെ സ്വന്തം ജീവനാണ് കളയാ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇത് സിനിമ കണ്ടിട്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ വ്യക്തിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ നടനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇങ്ങനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്. ഈ ജീവൻ കളഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ ജീവൻ കളഞ്ഞിട്ട് എന്താ കാര്യം? ബുദ്ധിയും ബോധമല്ല ഒരെണ്ണത്തിനട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാധനയൊക്കെ ആവാം, പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.